യുവത്വം കുറച്ചുള്ളൂ. അൻപത്തി ഒന്നല്ലേ? 50, 51, 52 ഒക്കെ ഒരു എത്ര? 50. എന്തെങ്കിലും ഇല്ല നോക്കിയതാ. 51 50. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ومن يطع الله ورسوله ويخشى الله ويتقيه وأولئك هم الفائزون. ഇന്നമ ആദ്യത്തെ അലിഫ് അംസ എന്ത് ചെയ്യണം? ഖത്തഇന്റെ അംസയാണ്, നിർബന്ധമായും ഉച്ചരിക്കണം. ഇന്നമ നൂനിനെയോ ഉന്നത്തോടു കൂടി പറയണം. അപ്പോൾ ഇന്നമ, പിന്നെ 2 കതിർ നീട്ടിയാൽ മതി മ, പിന്നെ കാന അവിടെയും 2 കതിർ നീട്ടിയാൽ മതി. ഖൗലൽ മുഅ്മിനീന, അവിടെ അൽ മുഅ്മിനീന എന്നുള്ള അലിഫ് വസിലിൻ്റെ അംസയാണ്, എന്തുണ്ടാവില്ല, കൂട്ടി ഓതുമ്പോൾ ചാന ഉണ്ടാവില്ല. പിന്നെ ഇദാ ദുഉ, ഈ ഉച്ചരിക്കണം. ദുഉ എത്ര നീട്ടണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പോൾ ഓതേണ്ടത് ഇദാ ദുഉ ഇലല്ലാഹി, അവിടെ ഈ ഉച്ചരിക്കണം. പിന്നെ വറസൂലി, അവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, 2 കതിറാണ് നീട്ടേണ്ടത്. ഹി നീട്ടുകയാണെങ്കിൽ അതിൻ്റെ പേര് മദ്ദു സിലത്തി സുഗ്റ എന്നാണ്, മദ്ദു സിലത്തി സുഗ്റ. പിന്നെ ബൈനഹും, ഹും എന്നുള്ള മീമിനെ ഇദ്ഹാർ ചെയ്താൽ മതി. പിന്നെ അയ്യഖൂലു, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നൂനിന് എന്ത് ചെയ്യണം? യായിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അപ്പോൾ അയ്യഖൂലു, യഖൂലു കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഉണ്ടാവും, എന്തുണ്ടാവില്ല, ഉച്ചാരണം ഉണ്ടാവില്ല, അല്ലേ? ആണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. യഖൂലു കഴിഞ്ഞിട്ട് യഖൂലു എന്ന് പറയണ്ട, ഇങ്ങനെ കാണാം. മുദവ്വറായ സുക്കൂനുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. ഏത്? 2 കതിർ യഖൂലു. പിന്നെ വാവിൻ്റെ ശേഷമുള്ളതാണ് ഞാൻ പറഞ്ഞ അലിഫ്, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. യഖൂലു എന്ന് പറയണ്ടെന്നർത്ഥം. വാവാണ് അവിടെ നീട്ടേണ്ടത്. യഖൂലു രണ്ടിടത്തും, അത് നോർമൽ 2 കതിർ. പിന്നെ സമഅന വ അത്വഅന, അവിടെ വ ഉച്ചരിക്കണം, കത്തേൻ്റെ അംശയാണ്. പിന്നെ വ ഉലായിക്ക, അവിടെയും വാവിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടത്തിലുള്ള സുക്കൂന് കാണാം. വാവിൻ്റെ വ ഉലായിക്ക ഉണ്ടല്ലേ, അത് എന്തില്ല, ഉച്ചാരണം ഉണ്ടാവും. ഉലായിക്ക എന്നൊന്നും ഓതണ്ട, ഉല, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം
വ ഉലൈക അവിടെ 4 മുതൽ 6 കതിർ വരെ നീട്ടണം. ഏത് ലാ എന്നുള്ളത് അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. പിന്നെ ഹുമുൽ മുഫ്ലിഹൂൻ അവിടെ ഹും എന്ന് കഴിഞ്ഞിട്ട് അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല കൂട്ടി ഓതുമ്പോൾ. മുഫ്ലിഹൂൻ എന്നുള്ളത് 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കാവുന്നതാണ്. നിർത്തുകയാണെങ്കിൽ വഖഫ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറ്റൂല. ഇനി ഒരാൾ വഖഫ് ചെയ്യണില്ലെങ്കിൽ എങ്ങനെ ഓതണം? ഹുമുൽ മുഫ്ലിഹൂന വമൻ അവിടെ 2 കതിറേ നീട്ടാവൂ. നിർത്തുകയാണെങ്കിൽ മാത്രമേ ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് നീട്ടാവൂ. പിന്നെ വമൻ യുത്ഇല്ലാഹ അവിടെ മൻ എന്നുള്ള നൂനിനെ യായിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. അല്ലാഹാന്നോ അല്ലാഹാന്നോ ഉച്ചരിക്കേണ്ടേ? യുത്ഇല്ലാഹ അല്ലാഹ എന്നല്ല, തർക്കീക്കായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. കാരണം അള്ളാഹ് എന്നുള്ള പദത്തിന് മുമ്പ് കെസ്ർ വന്നതുകൊണ്ട്. വ റസൂല ഇനി അവിടെ നിങ്ങൾ കൂട്ടി ഓതാന്ന് കൂട്ടുക. അപ്പം എങ്ങനെ ഓതണം? വ റസൂലഹു വയഖ്ഷല്ലാഹ്. റസൂലഹു 2 കതിർ നീട്ടുക. അതിൻ്റെ പേരാണ് മദ്ദുസിലത്തി സുഗ്റ. പിന്നെ വയഖ്ഷല്ലാഹ് വയത്തഖി അവിടെ യത്തഖി നിങ്ങൾക്ക് നിർത്താം. ഇല്ല എങ്കിൽ വയത്തഖി ഫഉലൈക അവിടെ നീട്ടണം അല്ലേ? ഇങ്ങനെ വന്നാൽ ഇതാണ് റൂള്. മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനും പിന്നെ കെസ്റും വന്നാൽ ഈ സുക്കൂൻ എന്താക്കി മാറ്റും? കെസ്റാക്കി ഉച്ചരിക്കുന്ന യത്തഖി. യത്തഖി ആ സുക്കൂൻ ഇങ്ങോട്ട് പോരും. കാഫിന് അവിടെ സുക്കൂൻ ഇട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളിപ്പം പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. വയത്തഖ് എന്നൊരു ഓത്തുണ്ട്. വയത്തഖ് ഹാ ഉച്ചരിക്കണ്ടോ വെച്ചാൽ ഉണ്ട്. ഖിമലാണ് അതിൻ്റെ ബ്രേക്ക് ശരിക്കും പിടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഖിറാത്തും ഉണ്ട്. അതുകൊണ്ടാണ് ആ സുക്കൂൻ അവിടെ വന്നത്. പിന്നെ ഗ്രാമറിലെ വേറൊരു നിയമമുണ്ട്, അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഫ ഉലൈക ഫ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. വാവിന് ഉച്ചാരണമില്ല. ലാ നേരത്തെ പറഞ്ഞ പോലെ 4 മുതൽ 6 കതിർ വരെ മദ്ദു മുത്തസിലാണ്. ഹുമുൽ ഫായിസൂൻ അവിടെ ഹുമുൽ ഫാ എത്ര നീട്ടണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ പേരും മദ്ദു മുത്തസിലാണ്. അല്ല മദ്ദു മുത്തസിൽ. സൂനില്ലത് എന്താണ്? നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പം 2 ആയത്തൊന്ന് ഓതി വയ്ക്കാനും. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന തജ്വീദ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാ അർത്ഥം പറഞ്ഞോളി. ഇന്നമ തീർച്ചയായും, കാന കൗലൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ വാക്ക് ആണ്. ആയിരുന്നു എന്നല്ല, ആണ്. ഇദാ ദുഉ ഇദാ ദുഉ എന്ന് പറഞ്ഞാണ്. ഇദാ ദുഉ അവർ വിളിച്ചാൽ അവരെ വിളിച്ചാൽ. മറ്റൊരു ഭാഷയിൽ അവർ വിളിക്കപ്പെടുമ്പോൾ. അവരെ വിളിച്ചാൽ എന്നുള്ളതിനാണ് എന്ത് പറയുന്നത്? അവർ വിളിക്കപ്പെടുമ്പോൾ, ക്ഷണിക്കപ്പെടുമ്പോൾ. ഇലല്ലാഹി വറസൂലി
അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ തിരുദൂതരിലേക്കും വിളിക്കപ്പെടുമ്പോൾ എന്തിനാ വിളിക്കണേ? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ അവൻ തീർപ്പ് കൽപ്പിക്കാൻ. ആരാണ് അവൻ? പ്രവാചകൻ അല്ലേ? അള്ളാഹു അല്ലെങ്കിൽ പ്രവാചകൻ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും തിരുദൂതരിലേക്കും അവർ ക്ഷണിക്കപ്പെടുമ്പോൾ, വിളിക്കപ്പെടുമ്പോൾ അൻ യഖൂലു, അവർ പറയുക മാത്രമാണ്. എന്ത്? സമഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വ അതഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് അവരുടെ വാക്ക്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആ കൂട്ടർ, ഹും അവർ തന്നെയാണ്, അൽ മുഫ്ലിഹൂൻ വിജയം വരിച്ചവർ. അപ്പം ആ കൂട്ടർ അവർ തന്നെയാണ് വിജയികൾ, വിജയം വരിച്ചവർ. വമൻ യത്ഇല്ലാഹ, ആര് അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ, അത്താ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, വ റസൂലഹു, അള്ളാഹുവിൻ്റെ തിരുദൂതരെയും ആര് അനുസരിക്കുന്നുവോ, വയഖ്ഷല്ലാ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നുവോ, വയത്തഖി, അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവോ, ഫഉലൈക, അപ്പോൾ ആ കൂട്ടരാണ് ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് ഭാഗ്യവാന്മാർ, വിജയം വരിച്ചവർ, മഹാഭാഗ്യം സിദ്ധിച്ചവർ. തിരിച്ചു വരാൻ എന്താ ഇപ്പം ഈ ആയത്തിൻ്റെ ഒരു 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 കണ്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായത്? അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഉണ്ടാവില്ല. എന്താ ഇപ്പം ഇതിൽ പറയണ്ടേ? ആ പറഞ്ഞോളി, ആരെങ്കിലും ഒരാൾ പറഞ്ഞാണി. ആ, സത്യവിശ്വാസികളുടെ സ്വഭാവമാണേത്? സമഇന വ അതഅന. ഇനി ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, വിജയം ലഭിച്ച വിജയശാലികളായ സത്യവിശ്വാസികളുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ സമഇന വ അതഅന എന്നതായിരിക്കും അവരുടെ ആദർശ നിലപാട്. അപ്പം സത്യവിശ്വാസികളുടെ ആദർശ നിലപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിവരിക്കുന്നത്, അവർ എപ്പോഴും അവർക്കുണ്ടാവും എന്തായിരിക്കും? അള്ളാഹിൻ്റെ ഖുർആനിലുണ്ട്, പ്രവാചകന്റെ സുന്നത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഹവേക്കും ബുദ്ധിക്കൊന്നും പോവില്ല. സമഅന വ അതഅന എന്നതായി. ഇതാണ് ഇപ്പം അതിൻ്റെ രത്ന ചുരുക്കം. ഇനി നിങ്ങൾ റിവേഴ്സ് എടുത്ത് ഒന്നുകൂടിയും വരിക. ഇന്നമ, എന്താ ഇന്നമ ഇവിടെ ഉപയോഗിക്കുക? ഇന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന, തീർച്ചയായും. പിന്നെ എന്തിനാ ഇപ്പോൾ ഒരു മാ കൊടുത്തത്? ഇന്നമ്മ എന്തിനാണ്? എന്തിനാ കൊടുത്തത്? ആ, ഇന്നയും ഇന്നമയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും തന്നെ. ഇന്നമ എന്ന് പറഞ്ഞാലോ ഹസ്റിൻ്റെ അർത്ഥം കൂടി ഉണ്ട്. എന്ത് ഹസ്ർ എന്ന് പറഞ്ഞാൽ? ഹസ്ർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരു സർക്കിളിൽ മാത്രം ഒതുക്കുക, ആ പുറത്ത് കിടക്കാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, നെഗറ്റീവ്. ഇലാഹ ദൈവമേ ഇല്ല, ആരാധ്യനേ ഇല്ല, അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല. ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ, അല്ലേ? അള്ളാഹു അല്ലാതെ ഇലാഹേ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഇലാഹ് അള്ളാഹു മാത്രമാണ്. ഇലാഹ് അപ്പം ആരാധിക്കുക, ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹുവിൽ മാത്രം ഒതുക്കുകയാണ്. അതാണ് ഹസ്ർ എന്ന് പറയുന്നത്. ഹസ്റിന് അറബി ഹസ്ർ എന്നാണ് കേട്ടോ അതിന് പറയാം. ഹസ്റിനും കസ്റിനും പറയും. എന്താ പറയാ സാങ്കേതിക പ്രയോഗം? ഹസ്ർ. മറ്റൊരു ഭാഷ കസ്ർ. ഹസ്ർ കസ്ർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഭാഷാർത്ഥം? ഹസ്ർ കസ്ർ. ആ, ചുരുക്കം. മറ്റൊരർത്ഥം രാജാവിൻ്റെ എന്തിനാ നിങ്ങൾ കസ്ർ എന്ന് പറയും? കൊട്ടാരം. എന്താ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത? അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, അസുറും കസുറും മനസ്സിലാക്കാം. ഇതിപ്പോൾ രാജാവിൻ്റെ കൊട്ടാരം സപ്പോസ്. ഇതിൻ്റെ ചുറ്റും എന്തുണ്ടാവും? വാളുണ്ടാവും.
പിന്നെ എന്തുണ്ടാവും? വാളുണ്ടാവും. എന്തിനാണ് വാള് കെട്ടണത്? എന്തിനാ വാള് കെട്ടണത്? സെക്യൂരിറ്റി അല്ലേ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഈ വാളിൻ്റെ ഈ ചുമര് കടന്നിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വരരുത് അല്ലേ. അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകളല്ലാതെ ചുമര് കടന്ന് വരാൻ പാടില്ല. അതാണല്ലോ ഖസർ അല്ലേ. അതിൻ്റെ ആളുകൾക്ക് ചിലപ്പോൾ പോവാം, അല്ലാത്തൊരാൾക്ക് അങ്ങോട്ട് കടക്കാൻ പാടില്ല. അപ്പം എന്തായി? അവിടേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തി. ആരിൽ? രാജാവും പരിചാരകരും മാത്രം. ഇതേപോലെ ആരാധിക്കുക എന്നുള്ള കാര്യം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ ഒരു പടപ്പിനും കൊടുക്കാൻ പാടില്ല. മനസ്സിലാണ്ടെങ്കിൽ എൻ്റെ അർത്ഥം? അത് എത്ര വലിയ സൃഷ്ടിയായാലും, മലക്കായിരുന്നാൽ പോലും, മനുഷ്യന്മാരിലെ പ്രവാചകന്മാരായിരുന്നാൽ പോലും, ഉലൂഹിയത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ രാജാവിൻ്റെ കൊട്ടാരത്തിനോട് ഉപമിക്കല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞതുള്ളൂ. ഹസ്ർ മനസ്സിലാൻ വേണ്ടി അല്ല. ഈ രാജാവിൻ്റെ കൊട്ടാരത്തെ പോലെയാണ് അള്ളാഹ്, അതല്ല എൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കരുത്. അങ്ങനെ ഉപമിക്കാനും പാടില്ല എന്നുള്ള മനസ്സിലാണ്ടോ? ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ഹസ്റും കസറും മനസ്സിലാവാനാണ്. അപ്പം ഹസ്റിൻ്റെയും കസറിൻ്റെയും ഒരുപാട് അദാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു അദാർത്താണ് നമ്മൾ പഠിച്ച ലാ ഇല്ല. മറ്റൊന്നാണ് ഇന്നമ. അതാണ് ഇവിടെ ഉപയോഗിച്ച്. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമാണ്. ഇനി എന്ത് മാത്രമാണെന്നാണ് പറയുന്നത്? അതാണ് അസ്ർ കസർ. അപ്പം പിടുത്തം കിട്ടിയ നിങ്ങൾക്ക്? പിടുത്തം കിട്ടിയല്ലേ? അപ്പം ഇന്നമയും ഈ ലാ ഇല്ല പറയും പോലെ തന്നെയാണ് ഇത് ഇന്നമ ഉപയോഗിക്കുന്നത്. അതും എന്തിൻ്റെ അർത്ഥം കിട്ടും? കസറിൻ്റെയും ഹസറിൻ്റെയും അർത്ഥം കിട്ടും. ഏതെങ്കിലും ഒരു സാങ്കേതിക പ്രയോഗം പഠിക്കാം. അപ്പം ഇന്നമാ കാന കൗലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വാക്ക് എന്താ? മാത്രമാണ്. എന്ത് മാത്രമാണ്? സമിഅന വ അതഅന എന്ന് പറയൽ മാത്രമാണ്. എവിടേക്കാണ് ആ മാത്രം ബന്ധപ്പെടുന്നത്? സത്യവിശ്വാസികളുടെ നിലപാട് അവർ സമിഅന വ അതഅന എന്ന് പറയൽ മാത്രമാണ്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? വേറെ ഒന്നും ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പാടില്ലതല്ല. അതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം. ഇനി കാന, ഇതിനെപ്പോട്ടൊരു കാന ഉണ്ടെന്ന്. കാനല്ലാഹു ഗഫൂർ. നമ്മൾ കാന പഠിച്ചെന്താ? ആയിരുന്നു, വാസ് അല്ലേ? കാന മുഹമ്മദുൻ ലാഇബൻ, മുഹമ്മദ് ഒരു കളിക്കാരനായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ വയസ്സന. അവിടെയാണ് നമ്മൾ കാന ഉപയോഗിക്കുക അല്ലേ? കാന മുഹമ്മദുൻ തിഫ്ലൻ, മുഹമ്മദ് ഒരു കുഞ്ഞായിരുന്നു. ഇപ്പോഴോ? പോനെന്താ? ഇപ്പോൾ വാർദ്ധക്യത്തിലാണ് അല്ലേ? പിന്നെ ഷെയ്ഖൻ കബീറ, ഇപ്പോൾ ഷെയ്ഖുൻ കബീറാണ്. അപ്പം ആ കാന അല്ലത്. അതിനപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു. ആ കാനയാണോ ഈ കാന? അല്ല. ഇത് കണ്ടിന്യൂസിനെ കാണിക്കാനുള്ള കാന എന്ന് പറയും. ആണ്, അന്നുമായിരുന്നു. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാനല്ലാഹു ഗഫൂർ റഹീമ, അള്ളാഹു ഗഫൂർ റഹീം ആയിരുന്നു. ഇപ്പം അല്ല എന്നർത്ഥം അല്ലല്ലോ. അന്നും ഇന്നും എന്നും അല്ലേ? ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ അള്ളാഹു എന്താണ്? ഗഫൂറുൻ റഹീമുമാണ്. അള്ളാഹ് കാരുണ്യവാനാണ്, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പം അന്ന് അങ്ങനെ ആയിരുന്നു എന്നല്ല എൻ്റെ കാനിൻ്റെ അർത്ഥം. അതേപോലത്തെ കാനയാണ് ഏത്? ഇവിടെ കാനും. കാന എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായ ആളുകളുടെ ആദർശ നിലപാട് എന്നും ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയാകുന്നു. അതാണ് കാന. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഇന്നമാ കാന കൗലൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ആളുകളുടെ ആദർശ നിലപാട് എന്നും അന്നും ഭൂതകാലത്തും ഇന്നും ഭാവിയിലും ഇങ്ങനെ ആവണം, ഇങ്ങനെയാണ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അല്ല ആയിരുന്നു എന്ന് പറയരുത് കേട്ടോ. ഇന്നമാക്കാന കൗലുൽ മുഅ്മിനീൻ. ഇനി കൗലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ കൗല് എന്ന് പറഞ്ഞാൽ എത്താ? ഒരുപാട് അർത്ഥമുള്ള പദമാണത് കൗല്. നമ്മൾ വാക്ക് പറഞ്ഞു, അതാണ് നമ്മളെ ചുണ്ടിൽ വേഗം വരിക അല്ലേ? നമ്മളെ മനസ്സിലേക്ക് വേഗം കൗല്, പ്രസ്താവന എന്നർത്ഥമുണ്ട്, പിന്നെ നിലപാട് എന്നർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ആശയം ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഈ എന്തിൽ നിന്ന് വരുന്നതാണ്? ഈ കൗലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്നമാക്കാന കൗലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകളുടെ ആദർശ നിലപാട് ഇന്നതാണ്. എന്താണെന്ന് പറയാൻ പോണുള്ളൂ. ഇന്നത് മാത്രമാണ്. ഏതാണ് പറയാൻ പോണത്?
ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി, അവർ വിളിക്കപ്പെടുമ്പോൾ. ആരാണ് ഈ അവർ എന്നറിയുന്നത്? സത്യവിശ്വാസികളായ ആളുകളെ വിളിക്കുമ്പോൾ എന്നതിൻ്റെ അർത്ഥം. സത്യവിശ്വാസികളായ ആളുകളെ വിളിക്കുമ്പോൾ, അതാണ് എന്ത് പറയുന്നത്? ഇദാ ദുഉ, സത്യവിശ്വാസികൾ വിളിക്കപ്പെടുമ്പോൾ. എവിടേക്ക്? ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിലേക്ക്. പിന്നെ വറസൂലി, ആ പ്രവാചകന്റെ സുന്നത്തിലേക്കും. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും. ഇനി പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്താണെങ്കിൽ പ്രവാചകനിലേക്കും. പിന്നെ ലിയഹ്കുമ ബൈനഹും, എന്തിനാണ് വിളിക്കണത്? അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെടുമ്പോൾ അയ്യക്കൂലു, അവർ പറയൽ മാത്രമാണ്. അവിടേക്കാണ് ഇന്നമന്റെ ബന്ധം. ഇന്നമാ അയ്യക്കൂലു, പറയൽ മാത്രമാണ്. എന്ത്? സമിഅന വ അതഅന, എന്താ പറയണ്ടേ അവര്? ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. ഇതാണ് സത്യവിശ്വാസികളുടെ നിലപാട്. പിന്നെ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആ കൂട്ടർ തന്നെയാണ് വിജയികൾ. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ആരെ പറ്റിയാണ്? കപടന്മാരെ പറ്റിയാണ് വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? കപടന്മാരുടെ ഒരുപാട് സ്വഭാവം ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു കുറേയൊക്കെ. ഇനി മറ്റൊരു സ്വഭാവം കപടന്മാരുടെ പറയുന്നത് ലാസ്റ്റ് ആയത്തിൽ അഫീ കുലൂബിഹി മറലുൻ, അതിൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ അവിടെയും ഇവിടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അഫീ കുലൂബിഹി മറലുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ കാപ്പട്യത്തിൻ്റെ രോഗം അവരുടെ ഹൃദയത്തിലുണ്ടോ? അമിർ താബു, അതല്ല അവർ സംശയാലുക്കളാണോ? അം, അതല്ല യഖാഫൂന യഹീഫല്ലാഹു അലൈഹിം വറസൂലു, അള്ളാഹും അവൻ്റെ റസൂലും അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുവോ? ബൽ, എന്നാൽ കാര്യം അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഉലായിക ഹുമുല്ലാലിമുൻ, അവർ തന്നെയാണ് അക്രമികൾ. അപ്പോൾ കപടവിശ്വാസിയുടെ മറ്റ് ചില സ്വഭാവങ്ങളാണ്. കുറേ സ്വഭാവങ്ങൾ ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ നമ്മൾ വിശദീകരിച്ച്. മറ്റ് ചില സ്വഭാവങ്ങളാണ് അല്ലാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, ഹൃദയത്തിൽ എന്തുണ്ടാവും? കാപ്പട്യ രോഗമുണ്ടാവും. മറ്റൊന്ന്, ഏത് കാലത്തും സംശയം തീർത്താൽ തീരൂല. ആർക്ക്? കപടന്മാർക്ക്. അത് മറ്റൊരു സ്വഭാവമാണ്. മറ്റൊരു കാര്യം, അള്ളാഹും റസൂലും നമ്മോട് അനീതി പ്രവർത്തിക്കുമോ എന്ന ഒരു ഭയപ്പാടാണ്. എന്തുകൊണ്ടാണ് ആ ഭയപ്പാട് വരുന്നത്? എന്തുകൊണ്ടാണ്? അള്ളാഹുവിലും റസൂലിലും ഉറച്ച വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭയപ്പാട് വരുന്നത്. അങ്ങനെ അനീതി പ്രവർത്തിക്കുമോ എന്ന ഭയപ്പാടുണ്ടാവും. എന്നിട്ട് അള്ളാഹ് പറയാ, ഈ കൂട്ടരാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമികൾ, അനീതി പ്രവർത്തിക്കുന്നവർ, ദുൽമ ചെയ്യുന്നവർ എന്നാണ് അല്ലാഹു തആല കപടവിശ്വാസിയുടെ സ്വഭാവത്തെ പറഞ്ഞ് നിർത്തിയത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് സത്യവിശ്വാസികളുടെ നിലപാട് എങ്ങനെ ആയിരിക്കണം. എന്താണ് സത്യവിശ്വാസികളുടെ സ്വഭാവം അള്ളാഹു വിവരിക്കുന്നത്? വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും അവരെ വിളിച്ചാൽ അവർക്കുണ്ടാവേണ്ട ഒരു സ്വഭാവമാണേത്? സമിഅന വ അതഅന എന്നുള്ളത്. നോക്കി നിങ്ങൾ, സഹാബത്തിന്റെ ജീവിതത്തിലൊക്കെ ഈ ഒരു സ്വഭാവം ഇങ്ങനെ നിഴലിച്ച് നിൽക്കണത് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ഉദാഹരണമായിട്ട് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, പിന്നെ സഹാബി വര്യന്മാരിലെ ഏറ്റവും വലിയ പണ്ഡിതനും മുത്തക്കിയും ഏറ്റവും നല്ല സുന്ദരമാർന്ന പിന്നെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഒക്കെയുള്ള ഒരു സഹാബിയാണ് ആര്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ ഇങ്ങനെ ഖുത്ബ നടത്തുക. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് പള്ളിയിലെത്തിയിട്ടില്ല, റോഡിലാണ്, ഷാരിയിലാണ്. അപ്പോൾ നബി ഇങ്ങനെ ഖുത്ബ നടത്തുമ്പോൾ നബി പിന്നെ വന്നിക്കണ ആ ഖുത്ബ കുഴപ്പത്തിലാക്കാൻ വേണ്ടി മുന്നിൽ ഇങ്ങനെ വന്നിക്കണ ആളുകളെ ഇടയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സഹാബി ഇങ്ങനെ പള്ളിക്ക് വരുമ്പം റോഡിൽ നിന്ന് ഈ ശബ്ദം കേട്ടു, ഇജ്ലിസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടു. സഹാബി അവിടെ ഇരുന്നു. കാരണം നബി പറഞ്ഞാണല്ലോ ഇജ്ലിസ്. കാരണം സഹാബി മനസ്സിലാക്കിയെന്താ? നബി പറഞ്ഞ അപ്പടി കേൾക്കണം എന്നാ. ഇജ്ലിസ് എന്ന് പറഞ്ഞപ്പം ആ റോട്ടിലടി ഇരുന്നു സഹാബി. ആര്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്.
നബി ഖുത്ബയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി വന്ന് നോക്കുമ്പം അബ്ദുല്ലാഹുവിൻ മസ്ഊദ് റോഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണത് എന്താ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ ഇജ്ലിസ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ പറഞ്ഞത് എന്താ? ആ പള്ളിയുടെ മുന്നിൽ വന്നിങ്ങനെ അപ്പോളിപ്പോഴും ഇങ്ങനെ ആ കുത്തുബ ശ്രവിക്കാതെ ഇങ്ങനെ കേൾക്കുന്ന ആളുകളോട് ഇരിക്കാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടതാ. നോക്കി നിങ്ങൾ, ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. എന്താണ്? സഹാബി വര്യന്മാർ പ്രവാചകന്റെ ഒരു വാക്ക് കേട്ടാൽ അത് അപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല, അപ്പടി സമയന അത്തയന എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ പകർത്തും എന്നതാണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അലിച്ചോക്കൂ, ഒരിക്കലേ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. പിന്നെന്താണ്? ഫജ്തനിബു, അങ്ങനെ തന്നെയല്ലേ? കള്ളും എന്താണ്? കള്ളും ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, അങ്ങനെ ഉണ്ട് അല്ലേ? ഈ 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമത് പറഞ്ഞ എന്താ? കള്ളാണ്. അത് പൈശാചിക പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വെടിയണം എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് രണ്ടാമത്തെ ആയത്തിന്റെ അവസാനം തുടങ്ങുന്നത് പിശാച് നിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കും. ഫഹൽ അൻതു മുൻതഹുൻ, നീ ചോദിക്കുന്നുണ്ട്. ഇതങ്ങോട്ട് കേട്ട ഉടനെ തന്നെ സഹാബത്ത് എന്താ പറഞ്ഞത്? ഇൻതഹൈന ഇൻതഹൈന. കള്ളിൻ്റെ ഇതിലിങ്ങനെ മുങ്ങി നിൽക്കുന്ന ആളുകളാണ് ആ കാലഘട്ടത്തിൽ. കള്ളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റൂല അല്ലേ? ഇതാമിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബഅദ മൗതി ഉറുഖുഹ. അല്ലേ? എന്നെ മരിച്ചാരുങ്ങൾ ആ മുന്തിരിവള്ളിയുടെ ചോട്ട് കൊണ്ടുപോയി മറമാടണം. കാരണം ആ മുന്തിരിച്ചാറ് കുടിച്ചെനിക്ക് പിന്നെ എൻ്റെ ഞരമ്പുകൾക്കൊക്കെ ദാഹം തീർക്കാമല്ലോ, മരിച്ചാലും അവിടെ തന്നെ കൊണ്ടുപോയി. കള്ളിനോടുള്ള ആസക്തിയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം, ആ സമൂഹത്തോടാണ് എന്ത് പറയണത്? നിങ്ങൾ അതിന് വെടിഞ്ഞു നിൽക്കണം, നിങ്ങൾ അവസാനിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു? ഞങ്ങൾ വിരമിച്ചു എന്ന് പറയാണ് ചെയ്ത്. എന്ന് പറഞ്ഞിട്ട് എന്നാൽ നാളെ നമുക്ക് ആ കുടുക്കെടുത്തൊക്കെ പിന്നെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആ കുടുക്ക പൊട്ടിക്കാം, അല്ലെങ്കിൽ ഒരു മാസം കൂടിയൊക്കെ അങ്ങോട്ട് പോട്ടെ, ഇനി നബി പറയുകയാണെങ്കിൽ അപ്പം കേൾക്കാം എന്നവർ സംശയിച്ചിരുന്നില്ല. ഉടനെ തന്നെ അവർ പോയിട്ട് എന്ത് ചെയ്യാണ്? ആ കള്ളിൻ്റെ കൂപ്പകളൊക്കെ പിന്നെ പൊട്ടിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആലോചിച്ച് നോക്കുങ്ങളെ, ഇതാണ് സഹാബത്തിൻ്റെ സ്വഭാവമായി പിന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ കാണാം. പിന്നെ പ്രവാചകന്റെ ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുന്ന കാലഘട്ടം, ഹിജ്റ വരുന്ന കാലഘട്ടം. അപ്പോൾ ജൂതനായ പിന്നെ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന വ്യക്തി എങ്ങോട്ട് വരികയാണ്? നബിനെ കാണാൻ വേണ്ടി വരികയാണ്. നബിനെ കാണാൻ വേണ്ടി വന്നു എന്ന് മാത്രമല്ല, നബിനോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാണ്. 3 ചോദ്യങ്ങളാണ് അബ്ദുല്ലാഹ് ബിൻ സലാം ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? പിന്നെ അശ്റാത്തു സഅ, ആദ്യത്തെ ഖിയാമത്ത് നാളിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? രണ്ടാമത്തെ ചോദ്യം സ്വർഗവാസികൾ എന്താണ് അവരുടെ ഭക്ഷണം? മൂന്നാമത്തെ ചോദ്യം കുട്ടിയാണും പെണ്ണും അവിടെയുള്ള ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദ്യത്തിനൊക്കെ മറുപടി കൊടുക്കുകയാണ്. എന്താ നബി പറഞ്ഞത്? ഇപ്പൻ്റെ അടുത്തേക്ക് ജിബ്രീൽ വന്നു, അത്താനി ജിബ്രീൽ ആനിഫ, ഇപ്പൻ്റെ അടുത്തേക്ക് ജിബ്രീൽ വന്നു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു. എന്താണ്? അപ്പം ജിബ്രീൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അബ്ദുല്ലാഹിബ്നു സലാം എന്താ പറഞ്ഞത്? പിന്നെ ജൂതന്മാരുടെ ശത്രുവാണ് ആര്? ജിബ്രീൽ എന്ന്. മലക്കുകളുടെ കൂട്ടത്തിൽ ജൂതന്മാരുടെ ശത്രുവാണ് ആര്? ജിബ്രീൽ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി വിവരിച്ചു കൊടുക്കാണ്. പിന്നെ അന്ത്യനാളിൻ്റെ അടയാളം, ഒന്നാമത്തെ അടയാളം എന്ന് പറഞ്ഞാൽ ഫനാറുൻ, ഒരു തീയാണ്. തശ്റുഹും മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാം ആ തീ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയണ്ടേ. ആദ്യം പിന്നെ സ്വർഗവാസികൾ പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞപ്പം ഒരു മത്സ്യത്തിൻ്റെ കബ്ദ്, കരളാൻ എന്ന്, കബ്ദുൽ ഹൂത്ത് എന്നാണ് ആ മത്സ്യത്തിന് പറയാം. അപ്പം ഒരു മത്സ്യത്തിൻ്റെ കബ്ദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു.
കുട്ടിയെ ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത്തെ ഇതില്ലേ എന്താണ് XYZ ഒക്കെ എന്താണ് അതിന് പറയല് ക്രോംസോം എന്താ പറയല് XX ഉണ്ടായാലും എന്താ ആണ്, പിന്നെ XY ഉണ്ടായാലോ പെണ്ണ്, അങ്ങനെ തന്നെയല്ലേ ഷാഹിദേ? അങ്ങനെ തന്നെ. ഏതായാലും ആ അർത്ഥം വരുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ XY ഒന്നും പറഞ്ഞില്ല കേട്ടോ. അതല്ല, അതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പുരുഷൻ്റെത് മികച്ചാൽ ആൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും പെൺകുട്ടിയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി. ഇതാണ് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ബിൻ സലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്നവിടെ വെച്ച് പറയുകയുണ്ടായി എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ വരുമ്പോൾ അവിടെയുള്ള ഒരു ജൂതനായ അബ്ദുല്ലാഹ് ബിൻ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 3 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തത് ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്, രണ്ടാമത്തെ സ്വർഗവാസികൾ എന്താണ് ഭക്ഷിക്കുക, മൂന്നാമത്തെ കുട്ടി ആണും പെണ്ണും ആവണതിനുള്ള സൂത്രം എന്താണ്. അതിൽ 3നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ആവുകയാണ്. പക്ഷെ ഇയാൾ ജൂതനാ, ആർക്കറിയില്ല ഇയാൾ മുസ്ലിം ആയത്, ആർക്കറിയില്ല? ജൂതന്മാർക്കറിയില്ല. എന്നിട്ട് നബിനോട് വന്ന് പറയാണെന്ത്? ഇന്നൽ യഹൂദ ഖൗമുൻ ബുഖ്തുൻ, വളരെ മോശപ്പെട്ട ഒരു ജനവിഭാഗമാണ് ആര്? ജൂതന്മാർ. അതുകൊണ്ട് ഞാൻ മുസ്ലിമായിന് എന്ന വിവരം അവരെ അറിയിക്കുന്നതിന് മുമ്പ് എന്നെപ്പറ്റി അവരോട് ചോദിക്കണം. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? അബ്ദുല്ലാഹ് ബിൻ സലാമിനെ പറ്റി ജൂതന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി നബിയെ, ഞാൻ എങ്ങനത്തെ ആളാണെന്ന് അവർ പറഞ്ഞു തരുന്നു. അങ്ങനെ ജൂതന്മാരൊക്കെ അവിടെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിലുള്ള അബ്ദുല്ലാഹ് ബിൻ സലാം എങ്ങനെയുള്ള ആളാണ്? അപ്പോൾ ഒരു പറയാണ്, ജൂതന്മാർ പറയാണ്, ഖൈറുന വ ഇബ്നു ഖൈരിന, ഞങ്ങളിൽ ഏറ്റവും ഉത്തമനാണ്, ഏറ്റവും ഉത്തമന്റെ മകനാണ് ആര്? അബ്ദുല്ലാഹ് ബിൻ സലാം. വ അഫ്ളലുന വ ഇബ്നു അഫ്ളലിന, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനാണ്, ഏറ്റവും ശ്രേഷ്ഠവാനായ ബാപ്പന്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ സലാം. അപ്പം നബി ചോദിക്കാണ്, അറഅയ്തും ഇൻ അസ്ലമ അബ്ദുല്ലാഹ് ബിൻ സലാം, അബ്ദുല്ലാഹ് ബിൻ സലാം മുസ്ലിമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിച്ചു. ഖാലു അഅദല്ലാഹു മിൻ ദാലിക്, അള്ളാഹ് അയാളെ രക്ഷിക്കട്ടെ ഇന്ന്. അങ്ങനെ അത് നബി ആവർത്തിച്ചു, അവരും ഇത് ആവർത്തിച്ചു, വീണ്ടും ആവർത്തിച്ചു, വീണ്ടും നബി ആവർത്തിച്ചു, അവർ മറുപടിയും ആവർത്തിച്ചു. അപ്പം അബ്ദുല്ലാഹ് ബിൻ സലാം ആ കൂട്ടത്തിലേക്കാട് വന്നിട്ട് പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ആ ഇസ്ലാമിൻ്റെ ഷഹാദത്ത് അവരുടെ മുമ്പിൽ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ജൂതന്മാർ പറഞ്ഞു, എന്ത്? ഷർറുന വഷർറു ഇബ്നു ഷർരിന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിൽ ഏറ്റവും ദുഷ്ടനാണ് ഈ മനുഷ്യൻ, ഏറ്റവും ദുഷ്ടൻ്റെ മകനാണ് ഈ മനുഷ്യൻ എന്ന് അവരിങ്ങനെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. നബിനോട് ചെന്ന് അബ്ദുല്ലാഹുവിന് ഇതന്നെയാണ് നബിയെ ഞാൻ ഭയപ്പെട്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിക്കാൻ പറഞ്ഞത്. ഓല് ഇന്നെപ്പറ്റി ആദ്യം എന്താ പറഞ്ഞത്, ഇപ്പം എന്തായി? വർത്താനം മാറ്റി. അപ്പം വിശ്വാസിക്കുണ്ടാവേണ്ട സ്വഭാവം സമയന വാത്തയന. എന്നാൽ ഒരു ജൂതനായ മനുഷ്യൻ്റെ വാക്ക് സമയന വ അസൈന. ഞങ്ങൾ ജൂതന്മാരെപ്പോഴും എന്ത് ചെയ്യും? ഞങ്ങൾ കേട്ടു അറിയും, എന്നിട്ട് അതിന് ധിക്കാരം പ്രവർത്തിക്കും. ഇതാണ് ജൂത നിലപാട്. എന്നാൽ സത്യവിശ്വാസികളായ ആളുകളുടെ നിലപാടെന്താ? സമയന വ അത്തയന. ഈ നിലപാട് നമുക്കുണ്ടാവാൻ പാടില്ല. ആരുടെ? ജൂതന്മാരുടെ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം 17 പ്രാവശ്യം എന്താ നമ്മളോട് പറയാൻ പറഞ്ഞത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പിന്നെ കഴിഞ്ഞിട്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അല്ലേ? ഇത് 17 പ്രാവശ്യം പറയാത്തോ മുസ്ലിമല്ല. 17 പ്രാവശ്യം ഒരു ദിവസം മിനിമം അത് പറയണം. എന്തിനാ അപ്പം ഇതിങ്ങനെ നമ്മളോട് പറയാൻ പറഞ്ഞത്? അള്ളാഹുവേ, നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിന് വിധേയമായ ആളുകളുടെ മാർഗത്തിലല്ല. ആരാണ് ഈ കോപത്തിന് വിധേയമായവർ എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാം, ജൂതന്മാരാണ്. എന്തുകൊണ്ടാണ് അവർ കോപത്തിന് വിധേയമായത്? അള്ളാഹുവിൻ്റെ ഗളബിന് വിധേയമായത് എന്തുകൊണ്ടാ? അവർക്ക് അറിവുണ്ട്. പക്ഷേ ആ അറിവുള്ള കാര്യം നൊടിയുടെ സമയം കൊണ്ട് അതല്ല എന്ന് അറിയുമല്ലോ, പെട്ടെന്ന് അത് മാറ്റും. അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ആ അറിവുള്ള കാര്യം അങ്ങനെയല്ല, ഇപ്പം പിന്നെ രാത്രിയല്ല പകലാണ് എന്നങ്ങോട്ട് പറയും അവർ.
അതാണ് അവരുടെ സ്വഭാവം. അതുകൊണ്ടാണ് അവരെ വൈരിൽ മാളും. ഈ ഒരു സ്വഭാവം മുസ്ലിം സമൂഹമേ നിങ്ങളിലും കടന്നു വരും. വളരെ ജാഗ്രത പാലിക്കണം, വളരെ സൂക്ഷിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന അത്രയും പ്രാവശ്യം, എത്രയോ പ്രാവശ്യമാണ് ഒരു ദിവസം നമ്മൾ പറഞ്ഞത്. അപ്പം അത് ഓരോ മിനിറ്റിലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീദിൻ്റെ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലതത്തബിഉന്ന സുനന ലദീന മിൻ ഖബ്ലിക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഹിൻ ഹത്താ ലൗ സലകു ഹുജ്റ ളുബ്ബിൻ ലസലക്തുമു ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദു വന്നസാറ ഖാല ഫമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ പാതകളിൽ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. അങ്ങനെ അവർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും അതിലേക്ക് കടന്നു പോകും. സഹാബികൾ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജൂതന്മാരെയും പിന്നെ നസാറാക്കളെയുമാണോ? നബി പറഞ്ഞു, പിന്നെ ആരാണ്? അവരല്ലാതെ മറ്റാരാണ്? അപ്പം നോക്കി നിങ്ങൾ, ആ പാത മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങളും പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ വാണിംഗ് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോഴും ഉണ്ടാവേണ്ടത് സമഅന വ അതഅന എന്ന സ്വഭാവമാണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. യുദ്ധത്തിനുള്ള സൈന്യങ്ങളൊക്കെ നിയോഗിക്കുമല്ലോ. അപ്പോൾ അതിനൊരു അമീറിനെ നിശ്ചയിക്കും, ഒരു സേനാനായകനെയും നിശ്ചയിച്ചു കൊടുക്കും. അപ്പോൾ ആ സേനാനായകൻ എന്ത് ചെയ്തു? കുറേ വിറകൊക്കെ കൊണ്ടുവന്നിട്ട് തീ കത്തിച്ചാട്ട് നിങ്ങളൊക്കെ തീയിൽ ചാടണം എന്ന് പറഞ്ഞു അയാൾ കൽപ്പിച്ചു എന്നാ. അപ്പോൾ കൂട്ടത്തിൽ പോയ കുറേ ആളുകൾ ചാടാൻ തീരുമാനിച്ചു. തീയിൽ ചാടാൻ, കാരണം അമീർ പറഞ്ഞാൽ കേൾക്കണമല്ലോ. മറ്റ് കുറേ ആളുകൾ എന്ത് ചെയ്ത്, ഈ തീന്ന് രക്ഷപ്പെടാനാപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഓടണ്ടേ, പിന്നെയും തീയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓലയിലേക്ക് നിന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിവരം പറഞ്ഞു. എന്താ, ഇങ്ങനെ ഇയാൾ തീ ഉണ്ടാക്കിയ തീ കുണ്ടാരത്തിലേക്ക് ഞങ്ങളോട് ചാടാൻ വേണ്ടി പറഞ്ഞു, പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം നബി പറയാം, ആ തീയിലേക്ക് പ്രവേശിക്കാൻ ആരാണോ ഉദ്ദേശിച്ചത് അവരോട് നബി പറയാണ്, നിങ്ങളെങ്ങാനും ആ തീയിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ അന്ത്യനാൾ വരെ നിങ്ങൾ ആ തീയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. മറ്റോരോ അതിൽ പ്രവേശിച്ചില്ല, അവരാണ് നല്ലവർ. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? എപ്പോഴും സമഅന വ അതഅന എന്ന് പറയുന്നത് എന്തായിരിക്കണം? അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു കാര്യത്തിൽ ഏത് നേതാവ് പറഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളിപ്പോൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്നത് കൊണ്ട് അത് ഇസ്ലാമിനെതിരല്ല എന്നൊരു പണ്ഡിതൻ പറയാണ് എങ്കിൽ ലാ മഅസിയത എന്താണ്? ലാ തഅത ഫീ മഅസിയത്തില്ല, അല്ലേ? അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു നേതാവിനെയും അനുസരിക്കാൻ പാടില്ല. അപ്പോൾ സമഅന വ അതഅന എന്ന് പറയുമ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? തുന്നിച്ചേർക്കണം. ഇന്നമ ത്വാഅത്തു ഫിൽ മാറൂഫ്, അള്ളാഹും റസൂലും കൽപ്പിച്ച നല്ല കാര്യങ്ങളിൽ മാത്രമേ എന്താവാൻ പാടുള്ളൂ? സമഅന വ അതഅന എന്നുള്ളത് ഉണ്ടാവാൻ പാടുള്ളൂ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളെ ചെറുപ്പക്കാരായ പെൺകുട്ടികളോടൊക്കെ ചോദിക്കാം, എന്താ ഹിജാബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് അൻസാരി വനിതകളൊക്കെ എന്താ ചെയ്തത്? ഹിജാബിൻ്റെ ആയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം അവരുടെ മുറൂത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ, മുറൂത്ത് ഇങ്ങനെ ഇടുന്ന വസ്ത്രം, ആ വസ്ത്രം കീറിക്കാട്ട് എന്തായി? അവർ മുഖമക്കനെയായി ധരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നേരത്തിന് വെയിറ്റ് ചെയ്തില്ല, ആയത്തോട് കേട്ടപ്പോൾ തന്നെ അവർ വസ്ത്രം മുറിച്ചിട്ട് അവരെന്ത് ചെയ്തു? തലമറച്ചു. ഇതാണ് ആ കാലഘട്ടത്ത് അൻസാരി വനിതകളുടെ സ്വഭാവം. എന്നാൽ അന്ന് നമ്മുടെ മക്കളോട് അത് ചോദിച്ചാൽ ഓലെന്താ പറയാ? ഭയങ്കര ചൂടാ, ഇങ്ങനെ ഇത് തലക്കിട്ടാൽ ആകെ ചൂടെടുത്തിട്ട് കയ്യില ഇപ്പച്ചേ, അല്ലേ? അല്ലെങ്കിലോ ശ്വാസം കിട്ടുന്നില്ല, അതിൻ്റെ ഒക്കെ പാടെ ഉടയിൽ കുടുങ്ങിയിട്ട് എങ്ങനെ ഇതൊക്കെ പാടെ ഇടുക? അല്ലെങ്കിലോ എന്താ പറയും?
നമ്മളിപ്പോൾ എവിടെ വാപ്പാ? 21-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പം ഇതിങ്ങനെ മൂടി നടക്കുകയാണോ? അവിടെയാണ് നമ്മൾ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്. നമ്മുടെ സമയന വാത്തയന എത്രമാത്രമുണ്ട് എന്നളക്കാനുള്ള ഒരു അളവുകോലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് അൻസാരി വനിതകൾ ആ ടൈമിൽ തന്നെ അവർ വസ്ത്രം മുറിച്ചിട്ട് അത് പിച്ച് ചിന്തിയിട്ട് എന്ത് ചെയ്തു? തലമറിച്ചെങ്കിൽ നമ്മൾ അതിനെ എതിർക്കാനാണ്, അത് അനുസരിക്കാൻ ഞാനും നിങ്ങളും നമ്മുടെ മക്കൾ അതിന് തയ്യാറില്ല. ഇതെന്താണ്? നമ്മളിൽ സമേന വാത്തയന എന്നുള്ളത് പിന്നെ എന്തില്ല, അതിന് നമ്മൾ വില കൽപ്പിക്കണില്ല. അപ്പം നമ്മൾ സമീനാത്തയനയിൽ നിന്നൊക്കെ വിശ്വാസികളുടെ സ്വഭാവമാകുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൂരത്താണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചുകൊണ്ട് വന്നു. നബി എന്ത് ചെയ്തു? ആ സ്വർണത്തിൻ്റെ മോതിരം ഒറ്റ ഏറാൾ കൊടുത്തു. യഅ്മിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിന്നാർ, നരകത്തിൻ്റെ തീക്കട്ടയിലേക്കാണോ നിങ്ങൾ ഒരാൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ എന്നിട്ട് ആ തീക്കട്ടയാണോ നിങ്ങളുടെ ഫയജ്അലുഹാ ഫീ യദി, ആ തീക്കട്ടയാണോ, ആ ജംറത്താണോ പിന്നെ നിങ്ങളുടെ വിരലിൽ നിങ്ങൾ ധരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നബി ഊരിയിട്ടൊറ്റ ഏറെടുത്തു. അങ്ങനെ സഹാബാക്കൾ പറഞ്ഞു, അത് സ്വർണം ആണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് നബി അത് ഊരിയറിനെ. അപ്പം ഇയാളോട് സഹാബാക്കൾ പറഞ്ഞു, എന്ത്? എടുത്തോളി, നിങ്ങളെ സാധനമല്ലേ, എടുത്തോളി, എന്നിട്ട് നിങ്ങൾ പോയി വിറ്റോളി, എന്നിട്ട് അതിൻ്റെ വില വാങ്ങിയോളി, അതിനൊന്നും വിരോധമില്ലല്ലോ. ഇയാൾ എന്തേ പറഞ്ഞത്? അള്ളാൻ്റെ റസൂൽ വലിച്ചെറിഞ്ഞൊരു കാര്യം ഞാൻ എടുക്കാൻ പോകുന്നില്ല. നോക്കി നിങ്ങൾ എത്രമാത്രം സമയന വാത്തായന ഈ ഒരു നിലപാട് നമുക്കുണ്ടാവും. എൻ്റെ സ്വർണ്ണവാച്ച് എറിഞ്ഞിട്ട് ഞാൻ എടുക്കാതെ പോവോ? നിങ്ങൾ പോവോ? ഇല്ല, അത് തെറ്റല്ല, അത് എടുക്കണ തെറ്റല്ല, പക്ഷേ അത് ധരിക്കുന്നതിനാണ് തെറ്റ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അള്ളാൻ്റെ റസൂലിനെ സമയന വാത്തായന എന്ന ആ വിശ്വാസിയുടെ ആദർശ സ്വഭാവം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നത് കാണിക്കുന്നതാണ് ആ തെളിവുകളൊക്കെ എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ ഇടയിലൊക്കെ ഉള്ള സിഗരറ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ എന്താ തങ്ങൾ പറയൽ ഇവർക്ക് അങ്ങനെ സാധനമില്ലേ, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ സിഗരറ്റൊക്കെ ഇങ്ങനെ ഊതി വലിക്കുമ്പോൾ അത് ഹറാമാണ്, അത് പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു മൈൻഡാണ് വരിക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? ഈ ഒരു മൈൻഡ് വരും നമുക്ക്. അള്ളാൻ്റെ റസൂല് അത് പാടില്ല എന്ന് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണോ? സമയനാവാത്തന അവിടെ വെച്ച് അവസാനിക്കണം. എന്നാൽ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാക്കാം. അല്ലെങ്കിൽ ഡോക്ടർ പറയാം എനിക്ക് ക്യാൻസർ വരുന്നുണ്ട് കേട്ടോ, അപ്പം നിർത്തുകയല്ല, അതിൻ്റെ മുമ്പ് നിർത്തണം. സമയനാവാത്തന ഈ ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം നമ്മളിലുണ്ടാകും എന്നുള്ളതാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരി മുസ്ലിം വിവരിക്കുന്ന ഒരു സുദീർഘമായ ഹദീസിൽ ഇങ്ങനെ കാണാം. എന്താണ്? വലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആ സൂറത്തു ബഖറയിലായത്തിലെ വ ഇൻ തുബ്ദു മാഫി അൻഫുസികും ഔ തുഖ്ഫു യുഹാസിബുക്കും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ. സൂറത്തു ബഖറയിലെ 284-ാമത്തെ വചനമായ ഈ ആയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം സഹാബികൾക്ക് ഭയങ്കര ഭയപ്പാടായി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബികൾ അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്നു. അവരിങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നമസ്കാരവും നോമ്പും സക്കാത്തും സദക്കയും അതൊക്കെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റും നബിയെ. പക്ഷേ ഇന്നലെ നിങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുണ്ടല്ലോ, ഏതാ? നിങ്ങൾ ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിനുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ഏതൊരു കാര്യം വെളിപ്പെടുത്തിയാലും ഏതൊരു കാര്യം അത് ഒളിപ്പിച്ചു വച്ചാലും അതൊക്കെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഇന്നലെ പിന്നെ വഹിയിറങ്ങിയില്ലേ? ആ ആയത്ത് കേട്ടപ്പോൾ നബിയെ ഞങ്ങൾക്കൊക്കെ ഭയപ്പാടാണ്. ഇത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, ഞങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ളതൊക്കെ നാളെ വിചാരണ ചെയ്യും എന്ന ആയത്ത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അതുരീദൂനൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബലിക്കും സമഅനാ വഅസൈനാ. മുമ്പ് നിങ്ങൾക്ക് മുമ്പുള്ള പൂർവികരായ
അഹ്ലി കിതാബിന്റെ ആളുകളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും സമഇന വഅസൈന എന്ന് പറഞ്ഞതുപോലെ ആവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി പറഞ്ഞത്. എന്താ? ജൂതന്മാരും ക്രിസ്ത്യാനികളും സമഇന എന്ന് പറഞ്ഞു, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പറഞ്ഞു? വഅസൈന എന്നും പറഞ്ഞു. എന്നാൽ വിശ്വാസികൾ എന്ത് വേണം? സമഇന വ അത്തൈന. എന്താ ഈ സമീന അസൈന എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ കേട്ടു, ധിക്കാരം പ്രവർത്തിച്ചു. സമീന വ അത്തൈന എന്ന് പറഞ്ഞാൽ നബിയെ താങ്കളുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. ഇതാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയണം, സമീന വ അത്തൈന ഗുഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ എന്ന് നിങ്ങൾ പറയണം. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കേട്ടു, അള്ളാഹുവിൻ്റെ വാക്കുകൾ കേട്ടു, അത് ഞങ്ങൾ അനുസരിച്ചു, റസൂലിൻ്റെ വാക്കുകൾ ഞങ്ങൾ അനുസരിച്ചു. പടച്ചോനെ, നിന്നോട് ഞാൻ മഗ്ഫിറത്തിനെ തേടുകയാണ്. റബ്ബന, നിന്റെ അടുത്തേക്കാണ് പടച്ചവനെ ഞങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടത് എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞപ്പം അവരെന്ത് പറഞ്ഞു? സഹാബികൾ സമയന വാത്തൈന എന്നുള്ള ആയത്ത് ഓതി. അത് പിന്നെ കേട്ടപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ആയത്ത് അവതരിക്കുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളുടെയും കഴിവിനപ്പുറത്ത് അള്ളാഹുത്താല ഒരാളോടൊന്നും കൽപ്പിക്കൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു തോന്നിച്ചുണ്ടാവും. ആ തോന്നിച്ചക്ക് അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഇതാണ് സഹാബത്തെ കൊണ്ട് ഉദ്ദേശിക്കണേ. അതൊന്നും ശിക്ഷിക്കൂല. ആ തോന്നിച്ചൊന്നും എന്ത് ചെയ്യില്ല. നമ്മളത് പറഞ്ഞ് അത് അനുസരിച്ച് ആ ധിക്കാരത്തിന് നമ്മൾ അനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് ധിക്കാരം പ്രവർത്തിച്ചാലേ എന്തുണ്ടാവുള്ളൂ. അല്ലാതെ എപ്പോഴെങ്കിലും ഒന്ന് പാളിപ്പോണേ ആ രൂപത്തിലുള്ള തോന്നലിനൊന്നും എന്ത് ചെയ്യില്ല. അള്ളാഹു താല നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കൂല. അത്തരം കാര്യങ്ങൾ നിങ്ങളെ നിർബന്ധിപ്പിക്കുകയുമില്ല. അങ്ങനെയാണ് അവരോട് എന്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുന്നത്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ ഈ ഹദീസ് പിന്നെ പറഞ്ഞപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ സഹാബത്തിനുണ്ടായിരുന്നൊരു സ്വഭാവം വിശദീകരിക്കേണ്ടത്. എന്താണത്? ഒരു കാര്യം അള്ളാഹും റസൂലും വിളിച്ചാൽ വഇദാ ദുഊ ഇലല്ലാഹി വറസൂലി വഇദാ ദുഊ ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്ക് നിങ്ങൾ വരണം, റസൂലിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കപ്പെട്ടാൽ അപ്പടി അവരെന്ത് ചെയ്യും? ഇനി നാളെ ആക്കാം, നാളെ പോവാന്നല്ല അവർ പറയാ. ഉടനെ ആ വിളിക്കുത്തരം നൽകും. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അവർ കീഴൊതുങ്ങും. ആ കൽപ്പന അവർ സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയും അവർ സ്വീകരിക്കും. അള്ളാഹു അരുതേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുതേ എന്ന് പറഞ്ഞത് അവർ വിടുകയും ചെയ്യും. ഇതാണ് സഹാബത്തിൻ്റെ സ്വഭാവം എന്നതാണ് ആര് പഠിപ്പിക്കുന്നത്? ആ ഹദീസ് നമ്മെ പഠിപ്പിക്കണം. അപ്പം അവിടെയൊക്കെ സഹാബത്തിൻ്റെ സ്വഭാവത്തിൽ പിന്നേക്ക് വെക്കുന്ന ഒരു സ്വഭാവമല്ല. അടുത്തൊല്ലാക്കാം അല്ലേ, അടുത്തല്ല ഉംറക്ക് പോയിട്ട് നമുക്ക് നിസ്കാരമൊക്കെ തുടങ്ങാം. അല്ല, അങ്ങനെയല്ല അല്ലേ. ഇപ്പോൾ ഒക്കെ പോട്ടെ, ഇപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കി കീശ ഇറക്കുക, ഇവിടുന്ന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രവർത്തനവും ഇസ്ലാഹി പ്രവർത്തനവും ഒക്കെ ആക്കാം. ഒരിക്കലും നമുക്ക് ടൈം കിട്ടൂല, ഇത്രയും കിട്ടൂല നമുക്ക് ടൈം. അതുകൊണ്ട് നാളേക്ക് എന്ത് ചെയ്യരുത്? ഒരു കാര്യം സമീഅന വാതഅന, ഇതായിരിക്കണം പ്രവർത്തന മേഖലയിലും നമുക്കുണ്ടാവേണ്ടത് എന്നത് അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സഹാബത്തിൻ്റെ ആ ജീവിതത്തിൽ എത്രമാത്രം ഈ ഒരു സ്വഭാവം അവരിലുണ്ടായിരുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ അബൂ ത്വൽഹ എന്ന് പറയുന്ന പ്രമുഖ ധനാഢ്യനായ സഹാബിയുടെ വീട്ടിൽ ഇങ്ങനെ സാക്കിയാണ്. എന്താ ഈ സാക്കി പറഞ്ഞാൽ? ചായയൊക്കെ പറഞ്ഞു കൊടുക്കണില്ലേ? സമയമാണോ? ഓക്കെ. ഒരു സാക്കിയായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാണ്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണില്ലേ, ഗവ്യൊക്കെ? അങ്ങനെയുള്ള വെള്ളം കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അന്ന് പിന്നെ കള്ളിൻ്റെ മേളെ കണ്ട് ഈ കള്ളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഇത് വിളിച്ചു പറയുന്ന ഒരാൾ വന്നു. ഇന്നൽ ഖംറ ഖദ് ഹരിമത്ത്, ഇന്നു മുതൽ കള്ള് ഹറാമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അബൂ ത്വൽഹ പറയാണ് ഇയാളോട്, ഈ ചായയും കള്ളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളോട് പറയാൻ, ഒഖ്റുജ്, ഇനി പോയിട്ട് ഫഹരിഖ, ആ കള്ളിൻ്റെ കോപ്പയൊക്കെ ആ പറഞ്ഞു കൊടുക്കണമൊക്കെ അല്ലേ, ആ കട ഒഴിവാക്കിയാളാ. അങ്ങനെ സഹാബി പറയാണ്, ഞാൻ പോയിട്ട് അതൊക്കെ ഒഴിച്ചു. അങ്ങനെ മദീനായുടെ തെരുവീതുകളിലൂടെ ഈ കള്ളിങ്ങനെ വാർന്ന് ഒലിക്കണത് കാണാമായിരുന്നു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ സഹാബത്ത് ചോദിക്കാണ്, ഒരുപാട് ആളുകൾ ഇതിന് മുമ്പ് നബിയെ ഇതൊക്കെ കുടിച്ചു പോയിട്ടില്ലേ, അവരുടെ കാര്യം എന്താണ്? അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, ലൈസ അലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ജുനാഉൻ ഫീമാ തഇമു. നേരത്തെ ഭക്ഷിച്ചു പോയ കുടിച്ചു പോയ ആളുകളുടെ കാര്യത്തിൽ തെറ്റില്ല. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ആ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിലാക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.